നമസ്കാരം. കുവൈത്തിൽ കുത്തേറ്റ് മരിച്ച നേഴ്സുമാരായ മലയാളി ദമ്പതിമാരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടങ്ങി. ഇരുവരും നാട്ടിൽ വന്നുപോയിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. കുവൈത്തിലെ അബ്ബാസിയയിൽ താമസിക്കുന്ന കണ്ണൂർ സ്വദേശി സൂരജ്, എറണാകുളം സ്വദേശിയായ ഭാര്യ ബിൻസി എന്നിവരാണ് മരിച്ചത്. ഇരുവരും പരസ്പരം കുത്തിമരിക്കുകയായിരുന്നുവെന്നാണ് ആദ്യം പുറത്തുവന്ന റിപ്പോർട്ട്. എന്നാൽ ബിൻസിയെ കൊന്ന ശേഷം സൂരജ് ആത്മഹത്യ ചെയ്യാനും സാധ്യതയുണ്ട്. ഭാര്യയുടെ മരണം ചില സുഹൃത്തുക്കളെ സൂരജ് ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നതായിട്ട് സൂചനയുണ്ട്. ഇതോടെ കുടുംബ പ്രശ്നം തന്നെയാണ് ദുരന്തത്തിന് കാരണമെന്ന് വ്യക്തമാവുകയാണ്. രാത്രി ഷിഫ്റ്റിന് ശേഷം തർക്കമുണ്ടായതായി സംശയിക്കുന്നു. ദേഷ്യത്തിൽ അയാൾ അവളെ കുത്തിയിരിക്കാം. അപകടമാകാനും സാധ്യതയുണ്ട്. സംഭവത്തിന് ശേഷം സൂരജ് കൂട്ടുകാരെ വിളിച്ചിരുന്നു. സംഭവത്തിന് ശേഷം സൂരജ് തന്റെ സുഹൃത്തുക്കളോട് ഭാര്യ തന്റെ കൈകൊണ്ട് മരിച്ചതായും താനും മരിക്കാൻ പോകുന്നതായി പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. പിന്നീട് സൂരജ് തന്റെ വാട്സപ്പ് പ്രൊഫൈൽ ഫോട്ടോ നീക്കം ചെയ്യുകയും വാട്സപ്പിൽ നിന്ന് സ്റ്റാറ്റസ് ഫോട്ടോകൾ നീക്കം ചെയ്യുകയും ചെയ്തു. ഓസ്ട്രേലിയയിലേക്ക് മാറാനുള്ളത് കൊണ്ടാണ് കുട്ടികളെ കൂടെ കൊണ്ടുപോകാത്തത്. അന്ന് സൂരജിന്റെ അമ്മയും വിളിച്ചിരുന്നു. ബിൻസിയോട് സംസാരിക്കണമെന്നും സൂരജിനോട് പറഞ്ഞു. ബിൻസി പുറത്താണെന്നായിരുന്നു പറഞ്ഞത്. ബിൻസിയുടെ നെഞ്ചിലും സൂരജിന്റെ കഴുത്തിലും കുത്തേറ്റിരുന്നു. വ്യാഴാഴ്ച രാവിലെ അബ്ബാസിയയിലെ താമസ സ്ഥലത്താണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 12 വർഷത്തോളമായി ഇവർ കുവൈത്തിലാണ്. ഇവർ ഇതിനിടയിൽ ഓസ്ട്രേലിയയിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നുവെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. എന്നാൽ ഓസ്ട്രേലിയ അല്ല, ന്യൂസിലൻഡ് ആണെന്ന ചില വിവരങ്ങളുമുണ്ട്. 12 വർഷത്തോളമായി കുവൈത്തിലാണിവർ. ഈസ്റ്ററിന് തൊട്ട് മുമ്പാണ് ബിൻസി അവധിയില്ലാത്തത് കാരണം കുവൈത്തിലേക്ക് പോയത്. ഈസ്റ്റർ കഴിഞ്ഞ ശേഷമാണ് സൂരജ് മടങ്ങിയത്. പരസ്പരം നല്ല സ്നേഹത്തിലായിരുന്നു അവരിരുവരും. ഓസ്ട്രേലിയയിലേക്ക് പോകാൻ തീരുമാനിച്ചതായിരുന്നു. ബംഗളൂരുവിൽ പോയി മെഡിക്കൽ നടപടിക്രമങ്ങളെല്ലാം നടത്തിയതാണ്. സംഭവ ദിവസം അമ്മയെ വിളിച്ചിരുന്നു. ആ സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് സൂരജിന്റെ ബന്ധു പറയുന്നു. ഇവർക്ക് 3ാം ക്ലാസ്സിലും UKGയിലും പഠിക്കുന്ന കുട്ടികളുണ്ട്. കുട്ടികൾ ബിൻസിയുടെ വീട്ടിലാണ്. വഴക്കിനിടെ ദമ്പതിമാർ പരസ്പരം കുത്തിമരിക്കായിരുന്നുവെന്നാണ് ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ. മരണം സംബന്ധിച്ച് കുവൈത്ത് പോലീസിന്റെ ഔദ്യോഗിക വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്നും കുടുംബം പറയുന്നു. ഇവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ടതായി അയൽക്കാർ പറയുന്നുണ്ട്. രാവിലെ സ്ഥലത്തെ സെക്യൂരിറ്റി വന്ന് നോക്കിയപ്പോഴാണ് രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടത്. ഇരുവരുടെയും കയ്യിൽ കത്തിയുണ്ടായിരുന്നു. സൂരജ് കുവൈത്തിലെ ആരോഗ്യ മന്ത്രാലയത്തിലാണ് നഴ്സായി ജോലി ചെയ്തിരുന്നത്. ബിൻസി കുവൈത്തിലെ പ്രതിരോധ മന്ത്രാലയത്തിലെ സ്റ്റാഫ് നഴ്സാണ്. ഇരുവരും രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞാണ് വ്യാഴാഴ്ച രാവിലെ ഫ്ളാറ്റിലെത്തിയത്. അതിനുശേഷമാണ് ദാരുണ സംഭവങ്ങളുണ്ടായത്. വെള്ളിയാഴ്ച കുവൈറ്റിൽ പൊതു അവധിയായതിനാൽ ശനിയാഴ്ച പോസ്റ്റ്മോർട്ടം നടക്കുമെന്നാണ് സൂചന. മൃതദേഹങ്ങൾ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ കേരളത്തിലെത്തിച്ചേക്കും. സൂരജിന്റെ മൂത്ത സഹോദരി സുനിതയും കുവൈറ്റിൽ നേഴ്സാണ്. ഇളയ സഹോദരി സുമി ബംഗളൂരുവിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണ്. അതേസമയം ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് ജീവനൊടുക്കിയെന്നാണ് പോലീസ് റിപ്പോർട്ടെന്നാണ് ചില മാധ്യമങ്ങളുടെ വിവരം. അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിന് സമീപമുള്ള ഫ്ളാറ്റിലാണ് മലയാളി നേഴ്സ് ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സെക്യൂരിറ്റി വന്ന് പരിശോധിച്ച് വിവരമൊന്നും ലഭിക്കാതായതിനെ തുടർന്ന് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓപ്പറേഷൻസ് റൂമിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഇതിനുശേഷം ഫർവാനിയ പോലീസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തിയാണ് പരിശോധന നടത്തിയത്. പോലീസ് ഫ്ളാറ്റിൽ പോയി ഡോറിൽ മുട്ടിയപ്പോൾ ആരും വാതിൽ തുറന്നിരുന്നില്ല. തുടർന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അനുമതി വാങ്ങി ഡോർ തകർത്ത് അപ്പാർട്ട്മെന്റിൽ പ്രവേശിച്ചപ്പോഴാണ് 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആദ്യം ബിൻസിയുടെ മൃതദേഹമാണ് കണ്ടെത്തുന്നത്. പിന്നീടാണ് സൂരജിന്റെ മൃതദേഹം കണ്ടെത്തുന്നതും. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തെന്നാണ് നിഗമനമെന്നാണ് പോലീസ് റിപ്പോർട്ട്. രാത്രിയിൽ ദമ്പതികൾ തമ്മിൽ വഴക്കിടുന്നതിന്റെയും സ്ത്രീ നിലവിളിക്കുന്നതിന്റെയും ശബ്ദം കേട്ടതായിട്ടാണ് അയൽക്കാർ പോലീസിന് മൊഴി നൽകിയത്. എന്നാൽ വാതിൽ അടച്ചിരുന്നതിനാൽ അവർക്ക് ഇടപെടാൻ സാധിച്ചില്ലെന്നും പോലീസിനോട് പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ. പബ്ലിക് പ്രോസിക്യൂട്ടർ 2 മൃതദേഹങ്ങളും പരിശോധിച്ച ശേഷം അപകട സ്ഥലത്ത് വിരലടയാളം എടുക്കാനും 2 മൃതദേഹങ്ങളും ഫോറൻസിക് മെഡിസിൻ വകുപ്പിലേക്ക് മാറ്റാനും ഉത്തരവിടുകയായിരുന്നു.